സോ ഇക്കോളജിക്കൽ പിരമിഡിലെ മൂന്നാമത്തെ പിരമിഡാണ് പിരമിഡ് ഓഫ് എനർജി. സോ പിരമിഡ് ഓഫ് നമ്പർ കഴിഞ്ഞു, പിരമിഡ് ഓഫ് ബയോമാസ് കഴിഞ്ഞു, മൂന്നാമത്തേതാണ് പിരമിഡ് ഓഫ് എനർജി. സോ പിരമിഡ് ഓഫ് എനർജി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഫ്ലോ ഓഫ് എനർജി എങ്ങനെയാണ് ഇക്കോസിസ്റ്റത്തിലെ ഓരോ ട്രോഫിക് ലെവലിലും നടക്കണമെന്ന് പറഞ്ഞു. സോ എനർജി ഇക്കോസിസ്റ്റത്തിൽ ഫ്ലോ ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ഫുഡ്. സോ ഫുഡിൻ്റെ രൂപത്തിലാണ് ഇക്കോസിസ്റ്റത്തിലെ ഒരു ഓർഗാനിസത്തിൽ നിന്ന് മറ്റൊരു ഓർഗാനിസത്തിലേക്ക് എനർജി ഫ്ലോ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദാറ്റ് ഈസ് ഫ്രം ദ ലെവൽ ഓഫ് പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമർ ലെവലിലേക്ക്. സോ പ്രൊഡ്യൂസർ ലെവൽ തൊട്ട് കൺസ്യൂമർ ലെവൽ വരെ ഫ്ലോ ഓഫ് എനർജി ഫുഡിൻ്റെ ഫോമിലാണ് ഫ്ലോ ചെയ്യുന്നത്. സോ ഓൾവേസ് നമ്മൾക്കറിയാം പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്രൈമറി പ്രൊഡ്യൂസറിലാണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്. സോ സണ്ണിൽ നിന്ന് കിട്ടുന്ന ആ റേഡിയൻറ്റ് ഫോം ഓഫ് എനർജി ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്ത് ഫോട്ടോസിന്തസൈസ് ചെയ്ത് ആ എനർജി സ്റ്റോർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പ്രൈമറി പ്രൊഡ്യൂസറായ പ്ലാന്റ്സിലാണ്. അതിനുശേഷം സക്സസീവായിട്ട് വരുന്ന ഓരോ ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസത്തിനും ഗ്രാജുവൽ ഡിക്രീസ് ഫ്ലോ ഓഫ് എനർജിയിൽ നമുക്ക് കാണാൻ പറ്റും. സോ പ്രൈമറി പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമർ ലെവലിൽ എത്തുമ്പോഴേക്കും ഫ്ലോ ഓഫ് എനർജി ഗ്രാജുവലി ഡിക്രീസ് ചെയ്ത് വരുന്നു. സോ പിരമിഡ് ഓഫ് നമ്പർ പറഞ്ഞ പോലെ, പിരമിഡ് ഓഫ് ബയോമാസ് പറഞ്ഞ പോലെ പ്രൊഡ്യൂസറിൽ നിന്ന് കാർണിവോർ എത്തുമ്പോഴേക്കും അതിൻ്റെ എനർജി സക്സസീവ് ട്രോഫിക് ലെവലിൽ കുറഞ്ഞു വരും. അതുകൊണ്ട് എപ്പോഴും ഓൾവേസ് പിരമിഡ് ഓഫ് എനർജി എങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ, അപ്രൈറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അതേസമയം പിരമിഡ് ഓഫ് നമ്പറും ബയോമാസിലും എക്സെപ്ഷൻ കേസുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പിരമിഡ് ഓഫ് എനർജിയിൽ യൂണി ഡയറക്ഷണൽ മാത്രമേ ഫ്ലോ ഓഫ് എനർജി സംഭവിക്കുള്ളൂ. അതായത് പ്രൊഡ്യൂസറിൽ നിന്ന് എപ്പോഴും അടുത്ത ട്രോഫിക് ലെവൽ, അതായത് കൺസ്യൂമറിലേക്ക് മാത്രമേ എനർജി ഫ്ലോ ചെയ്യുകയുള്ളൂ. ഒരിക്കലും ആ കൺസ്യൂമറിൽ നിന്ന് തിരിച്ച് പ്രൊഡ്യൂസറിലേക്ക് ഫ്ലോ ഓഫ് എനർജി ഉണ്ടാകുകയില്ല. സോ എനർജിയുടെ ഫ്ലോ എപ്പോഴും യൂണി ഡയറക്ഷനിലായതുകൊണ്ടും പ്രൈമറി പ്രൊഡ്യൂസറിലാണ് ഏറ്റവും കൂടുതൽ എനർജി, ഗ്രാജുവലി ബാക്കി ഉള്ള സക്സസീവ് ട്രോഫിക് ലെവലിലേക്ക് എനർജിയുടെ ഫ്ലോ കുറഞ്ഞു വരുന്നത് കൊണ്ടും പിരമിഡ് ഓഫ് എനർജി എപ്പോഴും എങ്ങനെയായിരിക്കും, അപ്രൈറ്റ്, ഓൾവേസ് അപ്രൈറ്റ് ആയിരിക്കും. സോ നമുക്കൊരു ലേക്ക് ഇക്കോസിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ, ഒരു ലേക്ക് ഇക്കോസിസ്റ്റത്തിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫൈറ്റോ പ്ലാങ്ക്ടൻസ് ആണ് പ്രൊഡ്യൂസേഴ്സ്. ആ ഫൈറ്റോ പ്ലാങ്ക്ടൻസ് ആണ് മാക്സിമം എമൗണ്ട് ഓഫ് എനർജീനെ അബ്സോർബ് ചെയ്യണത്. ഈ എനർജി ഗ്രാജുവലി നെക്സ്റ്റ് കാർണിവോർ ആ ലെവലിലേക്ക് എത്തുമ്പോഴേക്കും ഡിക്രീസ് ചെയ്യാൻ തുടങ്ങുന്നു. സോ അതാണ് ലേക്ക് ഇക്കോസിസ്റ്റത്തിൽ നോക്കുമ്പോൾ ഫൈറ്റോ പ്ലാങ്ക്ടൻ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ്. ആ പ്രൊഡ്യൂസേഴ്സാണ് മാക്സിമം എമൗണ്ട് ഓഫ് എനർജീനെ അബ്സോർബ് ചെയ്യുന്നത്. അതിൽ നിന്ന് അടുത്ത ഫിഷ് ഹെർബിവോർ എത്തുമ്പോഴേക്കും അതിൻ്റെ എനർജി ഗ്രാജുവലി ഡിക്രീസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അതിനെ കൺസ്യൂം ചെയ്യുന്ന ബേർഡ്സ് കാർണിവോർ എത്തുമ്പോഴേക്കും അതിൻ്റെ എനർജി പിന്നെയും ഡിക്രീസ് ചെയ്യണം. സോ സക്സസീവ് ട്രോഫിക് ലെവലിൽ എത്തുമ്പോഴേക്കും ഈ എമൗണ്ട് ഓഫ് എനർജി ഡിക്രീസ് ചെയ്യാണ് ലേക്ക് ഇക്കോസിസ്റ്റത്തിൽ. സോ ലേക്ക് ഇക്കോസിസ്റ്റത്തിൻ്റെ ആ ഒരു പിരമിഡ് അപ്രൈറ്റ് പൊസിഷനിലെ ഡയഗ്രമാണ്. പ്ലാന്റ്സ് പ്രൊഡ്യൂസേഴ്സ്, അതിന് കൺസ്യൂം ചെയ്യുന്ന ഹെർബിവോസ്, ഇൻസെക്ട്സ്, അതുപോലെ ബേർഡ്സ്, കാർണിവോസ്. ലേക്ക് ഇക്കോസിസ്റ്റം മാത്രമല്ല, എല്ലാ ഇക്കോസിസ്റ്റത്തിലും പിരമിഡ് ഓഫ് എനർജി ഇങ്ങനെ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. സോ പ്രൊഡ്യൂസേഴ്സ് ടു ഹെർബിവോസ്, ഹെർബിവോസ് ടു കാർണിവോസ്, പ്ലാന്റ്സിനെ ഇൻസെക്ട്സിൽ നിന്ന് ബേർഡ്സ്, ഇങ്ങനെ മാത്രമേ ഫ്ലോ ഓഫ് എനർജി നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അത് അപ്രൈറ്റ് പൊസിഷനിൽ മാത്രമേ യൂണി ഡയറക്ഷൻ ഫ്ലോ ഓഫ് എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. സോ പിരമിഡ് ഓഫ് എനർജി ഓൾവേസ് അപ്രൈറ്റ് ആയിരിക്കും, അത് യൂണി ഡയറക്ഷനിലായിരിക്കും. സോ ട്രോഫിക് ലെവലിൽ നമ്മൾ എനർജി ലെവലിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഒരു പിരമിഡാണ് കാണിച്ചിരിക്കുന്നത്. സോ പ്രൈമറി പ്രൊഡ്യൂസർ, അതായത് നമ്മുടെ PP പ്രൈമറി പ്രൊഡ്യൂസർ ആരാണ്, പ്ലാന്റ്സ്, അവരാണ് ഈ കാണിച്ചിരിക്കുന്നത് ഗ്രീൻ. അതെത്രയാണ്, 10,000 ജൂൾ, അതാണ് അതിൻ്റെ എനർജി എന്ന് പറയുന്നത്. സോ അതെന്താ, നമ്മുടെ സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന എനർജിയിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. ആ പ്രൈമറി പ്രൊഡ്യൂസറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജിയാണ് 10,000 ജൂൾ. അതിൽ നിന്ന് കൺസ്യൂം ചെയ്യുന്ന പ്രൈമറി കൺസ്യൂമർ, അവർക്ക് എത്ര എനർജി കിട്ടുന്നുണ്ടെന്ന് നോക്കിയേ, ഈ 10,000 നിന്ന് 1000 ജൂൾ. അതിനെ കൺസ്യൂം ചെയ്യുന്ന സെക്കൻഡറി കൺസ്യൂമർ കാർണിവോർ, അവർക്ക് എത്ര കിട്ടുന്നുണ്ട്, 100 ജൂൾ. അതിനെ കൺസ്യൂം ചെയ്യുന്ന ടോപ്പ് കൺസ്യൂമർ അഥവാ ടെർഷ്യറി കൺസ്യൂമറിന് 10 ജൂളേ കിട്ടുന്നുള്ളൂ. സോ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്, ഈ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആയ പ്ലാന്റ്സ് convert only 1% of the energy. They convert only 1% of the energy in the sunlight. Sunlight in the kitana 1% of energy matre convert available to them into net primary productivity. Net primary productivity ആയിട്ട് കിട്ടുന്നതിൽ 1% എനർജി മാത്രമേ അത് അടുത്ത ലെവലിലേക്ക്
കൈമാറുന്നുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. സോ പ്രൊഡ്യൂസേഴ്സ് എന്തും എപ്പോഴും എന്താ ചെയ്യണേ, കൺവേർട്ട് 1% ഓഫ് ദ എനർജി ഇൻ ദ സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന 1% ഓഫ് എനർജി അതെങ്ങനെ കിട്ടണേ, അവൈലബിൾ ടു ദം ഇൻ ടു NPP, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആയി കിട്ടുന്ന എനർജിയിൽ 1% മാത്രമേ അടുത്ത ലെവലുകളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 10%ലോ ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അതിൻ്റെ 10% മാത്രമേ അടുത്ത ലെവലിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. സോ പ്രൈമറി പ്രൊഡ്യൂസറായ പ്ലാന്റ്സ് 10,000 ഇത്ര ജൂൾ ഓഫ് സൺലൈറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 10,000 ജൂൾ സൺലൈറ്റും മാത്രമേ പ്രൈമറി പ്രൊഡ്യൂസറായ പ്ലാന്റ്സിന് കിട്ടുള്ളൂ. അതിൽ നിന്ന് പ്രൈമറി കൺസ്യൂമറായ ഹെർബിവോറിന് 1000 ജൂൾ, അതിൽ നിന്ന് കൺസ്യൂം ചെയ്യുന്ന സെക്കൻഡറി കൺസ്യൂമറിന് 100 ജൂൾ, അതിനെ കൺസ്യൂം ചെയ്യുന്ന ടെർഷ്യറി കൺസ്യൂമർ ടോപ്പ് കാർണിവോറിന് 10 ജൂൾ. സോ സക്സസീവ് ട്രോഫിക് ലെവലിലേക്ക് നോക്കുമ്പോൾ ഗ്രാജുവലി ഡിക്രീസ് ഇൻ ഫ്ലോ ഓഫ് എനർജി നമുക്ക് കാണാം. സോ എനർജി ലെവൽ ഗ്രാജുവലി ഡിക്രീസ് ചെയ്യണം ടുവേർഡ്സ് എ ഹയർ സക്സസീവ് ട്രോഫിക് ലെവൽ. സോ ഓൾവേസ് എന്താണ്, ഓൾവേസ് ഷോ പിരമിഡ് ഓഫ് എനർജി അപ്രൈറ്റ് മാത്രമേ കാണിക്കുകയുള്ളൂ. അതിൽ ഒരു കാരണം ഇത് യൂണി ഡയറക്ഷനിൽ മാത്രമേ എനർജി പാസ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി പ്രൈമറി പ്രൊഡ്യൂസർ അഥവാ പ്ലാന്റ്സിലായിരിക്കും. അതിൻ്റെ ഒരു 1% മാത്രമേ അല്ലെങ്കിൽ 10% മാത്രമേ നെക്സ്റ്റ് ലെവലിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. സക്സസീവ് ട്രോഫിക് ലെവലിലേക്ക് പോകും തോറും എനർജി ഡിക്രീസ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ പിരമിഡ് ഓഫ് എനർജി എപ്പോഴും എന്താണ്, അപ്രൈറ്റ് പൊസിഷനിലാണ് കാണിക്കുക. സോ ഇതാണ് ഐഡിയൽ പിരമിഡ് ഓഫ് എനർജി. ആ ഒരു ഐഡിയൽ പിരമിഡ് ഓഫ് എനർജിയിൽ എപ്പോഴും 1% പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് അവരുടെ ആ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയുടെ 1% മാത്രമേ അവർ കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. അതാണ് ഒരു ഐഡിയൽ പിരമിഡ് ഓഫ് എനർജി പറയുന്നത്. സോ ഇക്കോളജിക്കൽ പിരമിഡിൽ പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ്, പിരമിഡ് ഓഫ് എനർജി, ഈ 3 പിരമിഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സോ ഈ 3 പിരമിഡിലും എപ്പോഴും മോസ്റ്റ് ഓഫ് ദി ഇക്കോസിസ്റ്റത്തിൽ അത് അപ്രൈറ്റ് ആണ്. സോ പിരമിഡ് ഓഫ് നമ്പർ ആണെങ്കിലും പിരമിഡ് ഓഫ് ബയോമാസ് ആണെങ്കിലും പിരമിഡ് ഓഫ് എനർജി ആണെങ്കിലും എല്ലാ ഇക്കോ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ഇക്കോസിസ്റ്റത്തിലും ഇവർ അപ്രൈറ്റ് ആയിട്ടുള്ള പിരമിഡാണ് കാണിക്കുന്നത്. കാരണം നമ്മുടെ പ്രൊഡ്യൂസേഴ്സ്, അതായത് ഏറ്റവും കൂടുതൽ നമ്പർ കാണുന്നത് പ്രൊഡ്യൂസേഴ്സാണ്. സോ പിരമിഡ് ഓഫ് നമ്പർ എടുത്താലും മോർ ഇൻ നമ്പർ പ്രൊഡ്യൂസേഴ്സാണ്. പിരമിഡ് ഓഫ് ബയോമാസ് എടുത്തു കഴിഞ്ഞാലും കൂടുതൽ ബയോമാസ് കാണിക്കുന്നത് പ്രൊഡ്യൂസേഴ്സിലാണ്. പിരമിഡ് ഓഫ് എനർജി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി കാണിക്കുന്നത് പ്രൊഡ്യൂസേഴ്സിലാണ്. സോ അതിനെ കൺസ്യൂം ചെയ്യുന്ന നെക്സ്റ്റ് ലെവലായ ഹെർബിവോറിനേക്കാളും കൂടുതൽ എപ്പോഴും കാണിക്കുന്നത് നമ്പർ വൈസ് ആണെങ്കിലും ബയോമാസ് വൈസ് ആണെങ്കിലും എനർജി വൈസ് ആണെങ്കിലും എപ്പോഴും പ്രൊഡ്യൂസേഴ്സാണ് കൂടുതൽ ദാൻ അതിനെ കൺസ്യൂം ചെയ്യുന്ന ഹെർബിവോറിനേക്കാളും. അതുപോലെ തന്നെ ഹെർബിവോറാണ് കൂടുതൽ അതിനെ കൺസ്യൂം ചെയ്യുന്നേക്കാൾ അതിൻ്റെ അടുത്ത കാർണിവോറിനുകൾ. ഹെർബിവോറിൻ്റെ കേസിലാണെങ്കിലും നമ്പർ ആണെങ്കിലും ബയോമാസ് ആണെങ്കിലും എനർജി ആണെങ്കിലും അതിനെ കൺസ്യൂം ചെയ്യുന്ന കാർണിവോറിനേക്കാളും കൂടുതൽ ഹെർബിവോറിനാണ്. ഇതുപോലെ പിരമിഡ് ഓഫ് നമ്പറും ബയോമാസും എനർജിയും സക്സസീവ് ട്രോഫിക് ലെവലിലേക്ക് പോകും തോറും അത് കുറഞ്ഞു വരുന്നതായിട്ട് മോസ്റ്റ് ഓഫ് ദ ഇക്കോസിസ്റ്റത്തിൽ നമുക്ക് കാണാം. സോ എനർജി ആണെങ്കിൽ എസ്പെഷ്യലി പിരമിഡ് ഓഫ് എനർജി എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ ലോവർ ട്രോഫിക് ലെവലായ പ്ലാന്റ്സ് അഥവാ പ്രൊഡ്യൂസേഴ്സിലാണ്. ഹയർ ട്രോഫിക് ലെവലിലേക്ക് പോകും തോറും അത് കുറഞ്ഞു വരുന്നു. സോ ഒരിക്കലും ഈ പറഞ്ഞ പിരമിഡ് ഓഫ് ബയോമാസിലാണെങ്കിലും പിരമിഡ് ഓഫ് നമ്പറിലാണെങ്കിലും അപ്രൈറ്റ് ആണെങ്കിലും ചില എക്സെപ്ഷൻ കേസുകളിൽ ട്രീ ഇക്കോസിസ്റ്റം എടുത്ത് നോക്കുമ്പോൾ അതുപോലെ ഡീപ്പ് വാട്ടർ ബോഡീസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ചില എക്സെപ്ഷൻ കേസിലെങ്കിലും ഈ പിരമിഡ് ഓഫ് നമ്പറിനും പിരമിഡ് ഓഫ് ബയോമാസിനും എന്തിട്ടുണ്ട്, ഈ പറഞ്ഞ അപ്രൈറ്റ് പൊസിഷനിൽ നിന്ന് മാറി ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. എന്നാൽ പിരമിഡ് ഓഫ് എനർജി ഒരിക്കലും എന്താവില്ല, ഇൻവേർട്ടഡ്, നെവർ ഇൻവേർട്ടഡ് ആവില്ല, എപ്പോഴും ഓൾവേസ് അപ്രൈറ്റ് പൊസിഷനിൽ തന്നെ ഉണ്ടാവുള്ളൂ. ഈ പിരമിഡ് ഓഫ് എനർജിയിൽ നമ്മൾ നോക്കുമ്പോൾ ആ പ്രൈമറി ലെവൽ ഫസ്റ്റ് ട്രോഫിക് ലെവൽ പ്രൊഡ്യൂസറിൽ നിന്ന് നെക്സ്റ്റ് ട്രോഫിക് ലെവലിലേക്ക് പോകുമ്പോൾ ആ പ്രൊഡ്യൂസർ അതിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റിക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിട്ട് സം എമൗണ്ട് ഓഫ് എനർജി അത് ഹീറ്റായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. സോ സം എമൗണ്ട് ഓഫ് എനർജി ലോസ്റ്റ് ആസ് ഹീറ്റ്. നമ്മൾ ഓരോ സ്റ്റെപ്പിലും ഓരോ ട്രോഫിക് ലെവലിലും അതിൻ്റെ അടുത്ത ട്രോഫിക് ലെവലിലേക്ക് പോകും തോറും സം എമൗണ്ട് ഓഫ് എനർജി ഹീറ്റായിട്ട് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. പിന്നെ യൂണി ഡയറക്ഷണൽ മൂവ്മെൻറ്റ് ഓഫ് എനർജിയാണ് എന്ന് പറഞ്ഞു. സോ നമ്മുടെ പിരമിഡ് ഓഫ് എനർജിയുടെ ഓരോ ബാറും ഓരോ ട്രോഫിക് ലെവലിൽ കാണുന്ന ഓരോ ബാറും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് എനർജി, ആ ട്രോഫിക് ലെവലിലുള്ള എമൗണ്ട് ഓഫ് എനർജി ഒരു പെർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ ആനുവലി പെർ യൂണിറ്റ് ഏരിയ
ഒരു വർഷത്തിൽ ഒരു യൂണിറ്റ് ഏരിയയിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ കാണുന്ന എമൗണ്ട് ഓഫ് എനർജി ഓരോ ട്രോഫിക് ലെവലിലുള്ളതാണ് ഈ പിരമിഡ് ഓഫ് എനർജിയിലെ ഓരോ ബാറും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഓരോ ട്രോഫിക് ലെവലിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഫങ്ഷണൽ ലെവലാണ്. അതായത് ഓരോ ട്രോഫിക് ലെവലും നോക്കുമ്പോൾ അതെന്താണ്, ഓരോ ടൈപ്പ് ഫങ്ഷനാണ് കാണിക്കുന്നത്. സോ ഈച്ച് ട്രോഫിക് ലെവൽ എന്താണ്, ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ഫങ്ഷണൽ ലെവൽ. സോ ഓരോ ട്രോഫിക് ലെവലും ഓരോ പെർട്ടിക്കുലർ ഫങ്ഷനാണ് കാണിക്കുന്നത്. ഫങ്ഷണൽ ലെവലാണ് ഓരോ ട്രോഫിക് ലെവലും നമുക്ക് റെപ്രസെൻ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. ഇനി ഒരു ഗിവൺ സ്പീഷീസ് മേ occupy more than one trophic level in the same ecosystem at the same time. ഒരു പെർട്ടിക്കുലർ സ്പീഷീസ് ഒന്നിലധികം ട്രോഫിക് ലെവലിൽ കാണുന്നു ഒരേ ഇക്കോസിസ്റ്റത്തിൽ ഒരേ സമയത്ത് തന്നെ. സോ ഒരു സ്പീഷീസ് ഒരേ ഇക്കോസിസ്റ്റത്തിൽ അതേ സമയത്ത് തന്നെ ഒന്നിലധികം ട്രോഫിക് തലങ്ങളിൽ കാണപ്പെടുന്നു. ഒരു എക്സാമ്പിൾ സ്പാരോ. സോ സ്പാരോ പ്രൈമറി കൺസ്യൂമർ അഥവാ ഹെർബിവോർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എപ്പോൾ അത് വെൻ ഇറ്റ് ഈറ്റ് സീഡ്, ഫ്രൂട്ട്സ് ആൻഡ് പീ. സീഡ്, ഫ്രൂട്ട്, പീ ഇതൊക്കെയാണ് ഈറ്റ് ചെയ്യുന്നതെങ്കിൽ ആ സ്പാരോ ഒരു പ്രൈമറി കൺസ്യൂമർ ഹെർബിവോർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതേ സ്പാരോ അതൊരു ഇൻസെക്റ്റിനെയോ വേമിനെയോ ആണ് ഈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സെക്കൻഡറി കൺസ്യൂമറായിട്ട് മാറുന്നു. സോ സ്പാരോ ഒരേ ഇക്കോസിസ്റ്റത്തിൽ ഒരേ സമയത്ത് തന്നെ എന്തായിട്ട് മാറുന്നു, ഒരു പ്രൈമറി കൺസ്യൂമറായിട്ട് മാറുന്നു, അതുപോലെ ഒരു സെക്കൻഡറി കൺസ്യൂമറായിട്ട് മാറുന്നു. ഏത് ഫുഡാണോ അത് കൺസ്യൂം ചെയ്യണേ അതിനനുസരിച്ച് അത് രണ്ട് ട്രോഫിക് തലങ്ങളിൽ തന്നെ വരുന്നു. സെക്കൻഡറി കൺസ്യൂമർ എന്ന് പറഞ്ഞ ട്രോഫിക് തലത്തിലും പ്രൈമറി കൺസ്യൂമർ എന്ന് പറഞ്ഞ ട്രോഫിക് തലത്തിലും സ്പാരോ വരുന്നു. നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ട്രോഫിക് ലെവലിൽ നമുക്ക് ഹ്യൂമൻ ബീയിങ്സിനെ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് ഹാബിറ്റുകൾ, വെറൈറ്റി ഓഫ് ഫുഡ് ഹാബിറ്റുകൾ ഹ്യൂമൻസിലുള്ളത് കൊണ്ട് ഈ പ്രൊഡ്യൂസർ ലെവൽ തൊട്ട് അതിൻ്റെ ടോപ്പ് കാർണിവോർ ലെവലിലുള്ള ലെവലിലേക്ക് നമുക്ക് ഹ്യൂമൻസിനെ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. സോ ഒരു ഫുഡ് ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻസിന് ഒന്നിലധികം ട്രോഫിക് ലെവലിൽ ഇൻവോൾവ് ചെയ്യേണ്ടി വരും. ഇനി നമ്മുടെ ഈ ഇക്കോളജിക്കൽ പിരമിഡിനെ കുറച്ച് ലിമിറ്റേഷൻസ് നോക്കാം. ഒന്നാമത്തേത് നമ്മളിപ്പോൾ പറഞ്ഞ ഒരു സ്പീഷീസ് ഒന്നിലധികം ട്രോഫിക് ലെവലിൽ കാണപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. സോ ഒരു സ്പീഷീസ് ഒന്നിലധികം ട്രോഫിക് ലെവലിൽ കാണപ്പെടുന്നെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ, അത് കാണിക്കാനായിട്ട്, അക്കൗണ്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഇക്കോളജിക്കൽ പിരമിഡിന് സാധിക്കില്ല. ഇറ്റ് ഡസ് നോട്ട് അക്കൗണ്ട് ദ സെയിം സ്പീഷീസ് ബിലോങ് ടു 2 or more ട്രോഫിക് ലെവൽസ്. രണ്ടോ അതിലധികം ട്രോഫിക് ലെവലിൽ ഒരു സെയിം സ്പീഷീസ് കാണപ്പെടുന്നുവെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അക്കൗണ്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഈ പറഞ്ഞ ഇക്കോളജിക്കൽ പിരമിഡിന് സാധിക്കില്ല. അതുപോലെ തന്നെ ഓരോ ഇക്കോളജിക്കൽ പിരമിഡിലും ഒരു സിമ്പിൾ ഫുഡ് ചെയിൻ ആണ് കാണിക്കുന്നത്. എന്നാൽ നമ്മൾ പറഞ്ഞു നേച്ചറിൽ ഏറ്റവും കൂടുതൽ സിമ്പിൾ ഫുഡ് ചെയിൻ അല്ല, അതിൽ കൂടുതൽ ഫുഡ് വെബുകളാണ്. കാരണം ഓരോ ഓർഗാനിസത്തിനും ഒന്നിലധികം ഈ പറഞ്ഞ ഫുഡ് ഹാബിറ്റുകളുണ്ട്, ഫീഡിങ് ഹാബിറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നിലധികം ഓർഗാനിസത്തിനെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലനിൽക്കുന്നത് ഇക്കോസിസ്റ്റത്തിൽ സിമ്പിൾ ഫുഡ് ചെയിനേക്കാളും കൂടുതൽ എന്താണ്, ഫുഡ് വെബാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ എന്നാൽ ഈ ഫുഡ് വെബിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഇക്കോളജിക്കൽ പിരമിഡിന് സാധിക്കില്ല. സോ ഇക്കോളജിക്കൽ പിരമിഡിൽ ഒന്നിലധികം ട്രോഫിക് ലെവലിൽ വരുന്ന സെയിം സ്പീഷീസിനെ ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഒരു ഫുഡ് ചെയിൻ ഉപരിയായി ഫുഡ് വെബുകളെ അക്കോമഡേറ്റ് ചെയ്യാനും നമ്മുടെ ഇക്കോളജിക്കൽ പിരമിഡിന് സാധിക്കില്ല. മൂന്നാമത്തത് ഈ സാപ്രോഫൈറ്റ്സിന് ഒരു പെർട്ടിക്കുലർ പ്ലേസും നമ്മുടെ ഇക്കോളജിക്കൽ പിരമിഡിൽ ഒരു സ്പെസിഫിക് പ്ലേസ് കൊടുക്കാൻ പറ്റില്ല. സോ സാപ്രോഫൈറ്റ്സ് നോട്ട് ഗിവൺ എനി പ്ലേസ് ഇൻ ഇക്കോളജിക്കൽ പിരമിഡ് ഈവൻ ദോ ദേ പ്ലേ വൈറ്റൽ റോൾ ഇൻ ഇക്കോസിസ്റ്റം. ഇക്കോസിസ്റ്റത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് റോളാണ് നമ്മുടെ സാപ്രോഫൈറ്റ്സ് അല്ലെങ്കിൽ ഡീകമ്പോസേഴ്സ് പ്ലേ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് ഒരു പെർട്ടിക്കുലർ ട്രോഫിക് ലെവലിലായിട്ട് അതിനെ ഉൾപ്പെടുത്താനായിട്ട് നമുക്ക് സാപ്രോഫൈറ്റ്സിനെ ഇക്കോളജിക്കൽ പിരമിഡിൽ സാധിക്കുന്നില്ല. കാരണം ഓരോ ട്രോഫിക് ലെവലും ഡെഡ് ആകുമ്പോൾ അല്ലെങ്കിൽ അത് ചത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ അതിനെ കൺസ്യൂം ചെയ്യാനായിട്ട് നമ്മുടെ ഡെട്രീറ്റസ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ കൺസ്യൂമർ ആണെങ്കിലും പ്രൊഡ്യൂസർ തൊട്ട് കാർണിവോർ വരെയുള്ള ഏത് ലെവലിലുള്ള ഓർഗാനിസം ഡൈ ആയിക്കഴിഞ്ഞാലും അവിടെ നിന്ന് ഒരു ഡെട്രീറ്റസ് ഫുഡ് ചെയിൻ നമ്മുടെ സാപ്രോഫൈറ്റ്സ് അല്ലെങ്കിൽ ഡീകമ്പോസേഴ്സ് വഴി സ്റ്റാർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലേസ് നമുക്ക് ട്രോഫിക് ലെവലിൽ നമ്മുടെ സാപ്രോഫൈറ്റ്സിനെ ഉൾപ്പെടുത്താനായിട്ട് ഇക്കോളജിക്കൽ പിരമിഡിൽ സാധിച്ചിട്ടില്ല. സോ ഇത്രയൊക്കെയാണ് ഇക്കോളജിക്കൽ പിരമിഡിൻ്റെ ലിമിറ്റേഷൻസ്.